മൊത്തം എങ്ങനെയാ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ രുചി ആർക്ക് അനുകൂലമാണ്? LDF-ന്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വാശിയിലാണ് ഞങ്ങൾ. ഇപ്പൊ ഈ ബോംബ് പൊട്ടിയതൊക്കെ പ്രശ്നമാവൂ? അതൊന്നും ഒരു പ്രശ്നമൊന്നല്ല. സ്ഥിരമായിട്ടുള്ളതാണോ? എന്ത് ബോംബ്, അങ്ങനെ പല ബോംബുകളും പൊട്ടിക്കുന്നുണ്ടല്ലോ. റിപ്പോർട്ടർ ചാനൽ തന്നെ പല ബോംബുകളും പൊട്ടിച്ചിട്ടുണ്ട്. അത് വാർത്താ ബോംബല്ലേ? വാർത്താ ബോംബ്. അതാണ് നമ്മൾ ഏറ്റവും ഭയക്കേണ്ടത്. അതാണ് വാർത്താ ബോംബ്. അത് സ്വാഭാവികമായിട്ടും ഒരു വാർത്ത. ഇപ്പൊ നമ്മൾ റോഷിപ്പാൽ ഇപ്പൊ വാർത്ത ചെയ്ത വാർത്ത, ഇപ്പൊ നമ്മൾ അതിജീവിതയുടെ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത് നമ്മളാണ്. ആ അതിജീവിതയുടെ നീതിക്കൊപ്പം നിലയുറപ്പിച്ചത് റിപ്പോർട്ടർ ചാനലാണ്. എല്ലാവരും നമ്മളെ തള്ളി പറഞ്ഞു. വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട്. അഭിമാനം തോന്നി. നമ്മൾ തുറന്നു പറയും. നമ്മൾ ആര് കുറ്റം ചെയ്താലും നമ്മൾ തുറന്നു പറയും. അതിനകത്ത് യാതൊരു മടിയും നമുക്കില്ല, മറയും നമുക്കില്ല. പക്ഷേ എന്നാൽ മനുഷ്യത്വപരമായ ഒരു നിലപാട് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതേ, ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ 697 കോടി രൂപയുടെ വികസനം ചെയ്തു എന്നാണ് UDF-കാർ അവകാശപ്പെടുന്നത്. അത് വെറും അവകാശവാദം മാത്രമാണ്. നമ്മൾ ചെറുവത്തൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയതായിട്ട് നമ്മൾക്കൊന്നും അറിവില്ല. ആകെ ഉള്ളത് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ്. അതാണ് നാട്ടിൽ. എന്ത് വെളിച്ചം? ആ വെളിച്ചം വരണമെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് കനിയണം. പഞ്ചായത്താണ് അതിന്റെ ബാക്കി. അതെ. അപ്പൊ കൈപ്പത്തിക്ക് തവണ കൈപ്പത്തി ഉയരില്ല എന്നതാണോ? അതെ അതെ. ആണോ? മുമ്പ് കാലത്ത് കൈപ്പത്തി നമുക്ക് എതിരാളി ഉണ്ടായിരുന്നു, UDF. അപ്പൊ ഇങ്ങനെ കൈ നിവർത്തി നിന്നൊരു കൈ ഉണ്ടായിരുന്നു. ഇപ്പൊ കൈയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ വന്ന് ഇങ്ങനെ അതിലേക്കാ പോക്ക്. ആണോ? അതായത് കൈപ്പത്തിയിൽ കുത്തിയ താമര വിരിയുന്നുള്ളതാണ് ഇപ്പൊ ഭംഗിന്ദ്രയാണ് പറയാൻ ശ്രമിച്ചത്. പക്ഷെ എന്നാലും കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെ കൈയൊക്കെ പിടിച്ചല്ലേ ഡിണ്ടിഗലി CPM മത്സരിക്കുന്നത്. അതൊന്നുമില്ല. നമ്മളിപ്പോ മാഷ എങ്ങനെ ജയിപ്പിക്കാന്നല്ലേ ആ ഒരു പരിപൂർണ വിശ്വാസത്തോടു കൂടി എല്ലാവരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഉറപ്പാണ്. മാഷ്ക്ക് ഒരു ശിഷ്യ സമ്പത്തുണ്ട്. അപ്പൊ ഈ കാസർഗോഡ് പൊതുവെ ആൾക്കാർ ചർച്ച ചെയ്യുന്ന വിഷയം എന്തായിരിക്കും? പാഴായിപ്പോയ കഴിഞ്ഞകാല 5 വർഷക്കാലം ആവർത്തിക്കപ്പെടാൻ. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് LDF-ന്റെ ഒരു പൊതുവായ നിലപാട്. എന്നാൽ UDF-ന്റെ ശക്തി കൊട്ടകളിൽ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്നിച്ചേ മാറിക്കഴിഞ്ഞിരിക്കുന്നു, പരാജയം അസാധ്യമാണ് എന്നാണ്. അപ്പോൾ